ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കാന്ത ഇറങ്ങാൻ ഇനിയും ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ അതിഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ നടന്ന പ്രിവ്യൂ ഷോയിൽ നിന്ന് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. അതിനോടുകൂടി തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ അതിഗംഭീരമായി കുതിച്ചുയരുന്നു എന്നാണ് പറയാനുള്ളത്. ഇന്നലെ ശോകമെന്ന് പലരും പറഞ്ഞ കണക്കുകൾ ഇന്ന് തീ പോലെ ആളിപ്പടരുന്നു, ആളിക്കത്തുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് സിനിമയുടെ ബുക്കിങ്ങും എല്ലാം തന്നെ മണിക്കൂറിൽ 1300-നടുത്തേക്ക് ഈ ഒരു നിമിഷം എത്തിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളിലേക്ക് എത്തും, അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത്. എന്തായാലും ഇന്ന് ഒരു പെയ്ഡ് പ്രീമിയർ ഷോ കൂടിയുണ്ട്. അതുകൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ആളിക്കത്തുന്ന കാര്യങ്ങൾ. എന്തായാലും ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. ഇന്ന് പെയ്ഡ് പ്രിവ്യൂ ഷോകൾ കൂടുതലും തമിഴ്നാട്ടിലും ഒക്കെയാണ് നമുക്ക് കാണുന്നത്. കൊച്ചിയിലും അല്ലെങ്കിൽ കേരളത്തിലെങ്ങും തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഓപ്പൺ ആകുമെന്നുള്ള പ്രതീക്ഷയുമാണ്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിനു മുന്നോടിയായി ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ ഒരു 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുക എന്നൊരു ടാർഗറ്റാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ ദുൽഖർ ഫാനാണെങ്കിൽ അടിച്ച് കയറിവ എന്നാണ് പറയാനുള്ളത്, അല്ലെങ്കിലും അടിച്ച് കയറിവ എന്ന് തന്നെ പറയുന്നു. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇന്നലെ നമുക്ക് ലഭിച്ചിരുന്ന കണക്കുകൾ പ്രകാരം 81,80,000 രൂപയായിരുന്നു സിനിമയ്ക്ക് ഇന്നലെ വൈകുന്നേരം 4 മണി വരെ ലഭിച്ചത്. ഇന്നലെ രാത്രി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 1,80,00,000 രൂപ എത്തിയിരുന്നു 10 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം. അതായത് ഇന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 2,30,00,000 രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിലെയും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് എടുത്ത് പറയാം. കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം അല്ലെങ്കിൽ ഇന്നലെ ലഭിച്ചത് 6,80,00,000 രൂപയായിരുന്നു. ഇന്ന് അത് 15,30,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ കുറഞ്ഞ കണക്കുകളാണ്. ദുൽഖർ ഒരു മലയാളി നടനാണ്, അല്ലാതെ തമിഴോ ആന്ധ്രയോ നടനൊന്നുമല്ല. അപ്പോൾ മലയാളികൾ അതിനകത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കണം. നമുക്ക് സമീപകാലത്തൊന്നും കാണുന്നില്ല. ഏതെങ്കിലും അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നു. പക്ഷേ മലയാളികളുടെ അന്യഭാഷാ ചിത്രങ്ങൾ വലിയ ഹിറ്റാവുന്ന 100 കോടിയൊക്കെ അടിക്കുന്ന ദുൽഖറിൻ്റെ സിനിമകൾക്ക് പോലും ഇവിടെ വളരെ കുറച്ചാണ് കളക്ഷൻ വരുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയും ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് ഇന്നലെ റെക്കോർഡായിരുന്നു 60 ലക്ഷം രൂപയോളം വന്നത്. ഇന്ന് 1,30,00,000 രൂപയ്ക്ക് മുകളിലേക്ക് അവിടെ നിന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ യഥാർത്ഥ കണക്കുകൾ ഇതിനോടകം പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഒരു ഊഹം അനുസരിച്ചിട്ട് ഒരു 40 ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ടാകാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒരുപക്ഷെ അതിന് മുകളിലായിരിക്കാം. എന്തായാലും അതിനൊരു വ്യക്തമായിട്ടുള്ള ധാരണകൾ വന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിച്ച് കയറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രീമിയർ ഷോ കൂടി കഴിയുമ്പോഴത്തേക്ക് അത് ആ റേഞ്ചിലേക്ക് കൊളുത്തിക്കോളുമെന്നത് ഉറപ്പിക്കാം. കാരണം അണിയറയിൽ നിന്ന് ആദ്യം ലഭിച്ച റിപ്പോർട്ടുകളും അതുകൂടാതെ ഇന്നലെ ലഭിച്ച പ്രീമിയറിലും നിന്നുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ദുൽഖറിൻ്റെ പ്രകടനം മാത്രമല്ല ഇതിനകത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പല സിനിമകളും വരുമ്പോൾ അതിലെ നായകൻ്റെ മാത്രമാണെങ്കിൽ ഇതിൽ അങ്ങനെ മാത്രമല്ല, നായികയുടെയും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, കോ ആക്ടേഴ്സിൻ്റെയും മികച്ച പെർഫോമൻസ്, സ്ക്രിപ്റ്റ് മനോഹരം, പയ്യെ തുടങ്ങുന്ന ഫസ്റ്റ് ഹാഫ് പിന്നങ്ങോട്ട് പൊളിച്ചെടുക്കുന്ന സെക്കൻഡ് ഹാഫ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാലും വളരെ കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്ന ക്രിറ്റിക്സുകളും അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള തിയേറ്റർ ലിസ്റ്റുകളാണ് സിനിമയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ആ ഒരു തിയേറ്റർ ലിസ്റ്റുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കേരളവും തമിഴ്നാടും കർണാടകത്തിൻ്റെയുമാണ് നമുക്ക് കിട്ടാനുള്ളത്. UAE GCCയിൽ വലിയ രീതിയിലുള്ള ഒരു തിയേറ്റർ ലിസ്റ്റുകളുണ്ട്. അതുകൂടാതെ യൂറോപ്പിൽ തമിഴ് തെലുങ്ക് ഭാഷകളിൽ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി തിയേറ്ററുകളിൽ ഉണ്ടെന്ന് പറയാം. ഒരുപക്ഷെ ഒരു മലയാളി ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം തമിഴ് സിനിമയ്ക്കൊക്കെ കിട്ടുന്ന ലെവലിലുള്ള ആ റേഞ്ചുണ്ട്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും തമിഴും തെലുങ്കുമാണ് കൂടുതൽ റിലീസുള്ളത്. അതും വലിയ രീതിയിലുണ്ട്. മലയാളത്തിന് അവിടെയെങ്കിലും യാതൊരു സ്കോപ്പ് നമ്മൾ കാണുന്നില്ല. കാരണം ആ ഒരു വേർഷനെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ട് തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയിൽ 150-ന് മുകളിലുള്ള തിയേറ്ററുകളിലുണ്ട്. തമിഴ് വെർഷനും ഈ പറഞ്ഞ പോലെ തമിഴ് വെർഷൻ മാത്രമായിട്ട്, അതേപോലെ തന്നെ തെലുങ്ക് വെർഷൻ അതിന് മുകളിലുള്ള തിയേറ്ററുകളാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയുടെ നമുക്ക് പ്രകടനം വൈകുന്നേരമാകുമ്പോഴത്തെ ഏറെക്കുറെ മനസ്സിലാക്കാം. നാളെ രാവിലത്തോടെ കേരള ബോക്സ് ഓഫീസിലും നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നറിയാം. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ തമിഴിലും തെലുങ്കിലും അതിഭീകരമായിട്ടുള്ള ഒരു ഹിറ്റിലേക്ക് കടക്കും ഇന്നത്തെ റിവ്യൂ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒന്ന് കളക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം. 3 കോടിക്ക് മുകളിൽ കയറുമോ എന്നുള്ളത്.